അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹ് വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ബഹുമാനപ്പെട്ട ഉസ്താദുമാർ, ഈ വേദിയിലും സദസ്സിലുമായി എൻ്റെ ശബ്ദം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട കൂട്ടുകാരെ, നിങ്ങളുമായി ഈ വേഴ്സറ്റൈലിൻ്റെ അതിമനോഹരമായ വേദിയിൽ വെച്ച് ഞാൻ പറയാൻ ഏറെ താല്പര്യപ്പെടുന്ന വിഷയം കടമിടപാടും സാമ്പത്തിക സഹകരണത്തിൻ്റെ വിശ്വാസി മാതൃക എന്താണെന്നുമാണ്. ഈ വിഷയത്തെ നാം സമീപിക്കേണ്ടത് കേവലം ഒരു സാമ്പത്തിക ഇടപാട് എന്ന നിലയിലല്ല, മറിച്ച് ഖുർആനും ഹദീസും നമുക്ക് പഠിപ്പിച്ചു തന്ന ഒരു മഹത്തായ ജീവിത ദർശനത്തിൻ്റെ ഭാഗമായിട്ടാണ്. ഇസ്ലാം ധനത്തെക്കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാടിനെ തിരുത്തുന്നു. പണത്തെ അത്യാർത്തിയുടെയും ചൂഷണത്തിൻ്റെയും ഉപകരണമാക്കാതെ പരസ്പര സഹായത്തിൻ്റെയും സഹകരണത്തിൻ്റെയും നന്മയുടെയും ഉപാധിയാക്കാനാണ് ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത്. ഇതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഖർള് ഹസൻ അഥവാ പലിശരഹിത കടം. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആലക്ക് കടം നൽകുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. സൂറത്തുൽ ബഖറയിലെ 245 ആയത്തിൽ പറയുന്നു, ആരാണ് അല്ലാഹു തആലക്ക് കടം നൽകുന്നത് എങ്കിൽ അല്ലാഹു തആല അത് അവന് ഇരട്ടിയാക്കി കൊടുക്കും. തീർച്ചയായും അല്ലാഹു തആലയാണ് വരുമാനം വർദ്ധിപ്പിച്ചു കൊടുക്കുന്നവനും പിടിച്ചു വെക്കുന്നവനും, അവനിലേക്ക് നിങ്ങൾ മടക്കപ്പെടുന്നു. ഈ സൂക്തം വ്യക്തമാക്കുന്നത് ഒരു സഹോദരന് കടം നൽകുന്നത് അല്ലാഹു തആലക്ക് കടം നൽകുന്നത് പോലെയാണെന്നാണ്. ഇതിൽ പലിശയില്ല, പക്ഷേ അല്ലാഹു തആലയിൽ നിന്നുള്ള പ്രതിഫലം ഇരട്ടിയായി ലഭിക്കും. കടം ഒരു ചൂഷണോപാധിയല്ല, മറിച്ച് ഒരു സഹായമാണ്. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ പലിശയെ അതിശക്തമായി നിരോധിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് ഇത് കൂടുതൽ വ്യക്തമാക്കുന്നു. ഏതെങ്കിലും ഒരു വ്യക്തി ഒരു മുസ്ലിം സഹോദരൻ്റെ പ്രയാസം ലഘൂകരിക്കുന്നതിന് വേണ്ടി കടം നൽകിയാൽ അത് അല്ലാഹു തആലയുടെ മാർഗത്തിൽ നൽകിയ ധർമ്മമായി കണക്കാക്കും. കടം കൊടുക്കുന്നത് ധർമ്മമായി കാണുന്ന ഈ കാഴ്ചപ്പാട് ഇസ്ലാമിക സാമ്പത്തിക വ്യവസ്ഥയുടെ കാതലാണ്. ഇത് വ്യക്തികളെ ചൂഷണത്തിൽ നിന്നും രക്ഷിക്കുന്നു. അതേസമയം സമൂഹത്തിൽ പരസ്പര സഹായത്തിൻ്റെയും സഹകരണത്തിൻ്റെയും സംസ്കാരം വളർത്തിയെടുക്കാനും സാധിക്കുന്നു. സമകാലിക സാമ്പത്തിക പഠനങ്ങൾ പോലും പലിശയെ അടിസ്ഥാനമാക്കിയുള്ള കടമിടപാടുകളുടെ ദൂഷ്യഫലങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. പലിശ സാമ്പത്തിക അസമത്വത്തിനും കടക്കണിയിലായ ആളുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നതിനും കാരണമാകുന്നു. അതേസമയം ഇസ്ലാമിക സാമ്പത്തിക മാതൃകകൾ, പ്രത്യേകിച്ച് ഖർള് ഹസൻ അഥവാ പലിശരഹിത കടം എങ്ങനെ സാമ്പത്തിക പുരോഗതിക്ക് സഹായകരമാകും എന്ന വിഷയത്തിലും പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഉദാഹരണത്തിന് മാക്സ് വെബർ പോലെയുള്ള പ്രമുഖ സാമ്പത്തിക ചിന്താകന്മാർ ഇസ്ലാമിക സാമ്പത്തിക വ്യവസ്ഥയെ ഒരു ധാർമ്മിക മാതൃകയായാണ് വിലയിരുത്തുന്നത്. ഈ മാതൃക വ്യക്തികൾ അവരുടെ സാമ്പത്തിക ഇടപാടുകളെ ധാർമ്മിക ഉത്തരവാദിത്തങ്ങളുമായി ബന്ധിപ്പിക്കുന്നു. ഇത് കേവലം ഒരു നിയമപരമായ ഇടപാടല്ല, മറിച്ച് അല്ലാഹു തആലയുമായുള്ള ഒരു ഉടമ്പടി കൂടിയാണ്. വിശ്വാസവും ഉത്തരവാദിത്തവും, ഇവിടെയാണ് വിശ്വാസം എന്ന മൂല്യത്തിൻ്റെ പ്രസക്തി. കടം കൊടുക്കുന്ന വ്യക്തി അവൻ്റെ സഹോദരനെ വിശ്വസിക്കുന്നു, ഇതിൻ്റെ പേരിൽ പ്രതിഫലം വാങ്ങാതെ ഇരിക്കുന്നു. കടം വാങ്ങുന്ന വ്യക്തി ആ വിശ്വാസം കാത്തു സൂക്ഷിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ നമുക്ക് കാണാം, ധനികനായ ഒരു വ്യക്തി കടം തിരിച്ചടക്കാതെ താമസിപ്പിക്കുന്നത് അക്രമമാണെന്നത്. ഇത് കേവലം കടം തിരിച്ചടക്കുന്നതിനെ കുറിച്ചുള്ള നിയമമല്ല, മറിച്ച് സത്യസന്ധതയെയും ഉത്തരവാദിത്തത്തെയും കുറിച്ചുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്. ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ഈ സാമ്പത്തിക മാതൃകകൾ ഒരു സമൂഹത്തെ പടുത്തുയർത്താൻ വേണ്ടിയുള്ളതാണ്. പണം നേടുന്നതിനോടൊപ്പം മനുഷ്യരെ സഹായിക്കുകയും സമൂഹത്തിൽ വിശ്വാസം ഊട്ടിയുറപ്പിക്കുകയും ചെയ്യുക എന്നതാണ് ഇസ്ലാമിൻ്റെ ലക്ഷ്യം. അല്ലാഹു തആല നമ്മുടെ എല്ലാവരുടെയും സാമ്പത്തിക ഇടപാടുകൾ വിശുദ്ധമാക്കട്ടെ, കടബാധ്യതകളിൽ നിന്നും നമ്മെ എല്ലാവരെയും കാത്തു രക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സമയപരിമിതി മുഖേന ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു.